ഇംഗ്ലീഷ് ഭാഷ എളുപ്പം സംസാരിക്കാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ഇംഗ്ലീഷ് ഭാഷ എളുപ്പം സംസാരിക്കാനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതായത് ഒരു ഘടന മനസ്സിലാക്കിയാൽ എത്രയെങ്കിലും വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതി, അപ്പോൾ നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. ഘടന എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എത്രയെങ്കിലും സ്ട്രക്ചർ ഇംഗ്ലീഷിലുണ്ട്, പക്ഷെ അത് നിങ്ങളൊരു 10-250 സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എത്രയെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇപ്പൊ കൗ, പശു, കാറ്റ്, പൂച്ച ഒരർത്ഥം മാത്രം, അങ്ങനെയല്ല. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയെങ്കിലും വാചകം ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അബൌട്ട് യു. നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഞാൻ പോകാൻ നോക്കുന്നു, ഞാൻ തിന്നാൻ നോക്കുന്നു, ഞാൻ എഴുതാൻ നോക്കുന്നു, ഞാൻ വായിക്കാൻ നോക്കുന്നു, ഞാൻ ഉറങ്ങാൻ നോക്കുന്നു, ഞാൻ ഡ്രൈവ് ചെയ്യാൻ നോക്കുന്നു, ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ഞാൻ ഇനി ഉദാഹരണത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അബൌട്ട് ടു എവിടെയാണ് ഉപയോഗിക്കുക എന്നാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. ഐ എം അബൌട്ട് ടു ഗോ, ഐ എം അബൌട്ട് ടു ഈറ്റ്, ഐ എം അബൌട്ട് ടു സ്റ്റാർട്ട്, ഐ എം അബൌട്ട് ടു ക്ലോസ് ദ ഓഫീസ്, ഐ എം അബൌട്ട് ടു മൂവ്, ഐ എം അബൌട്ട് ടു ഈറ്റ്. അപ്പൊ നിങ്ങൾക്ക് 4-5 ഉദാഹരണം കിട്ടുമ്പോൾ ഞാൻ അബൌട്ട് ടു എവിടെയാണ് ഉപയോഗിച്ചത് കൃത്യമായിട്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ 5 ഉദാഹരണം നിങ്ങൾ വീട്ടിൽ നിന്ന് 2, 3, 4 തവണ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എത്രയെങ്കിലും ഉദാഹരണങ്ങൾ, എത്രയെങ്കിലും സെന്റൻസ് ഫോർമേഷൻ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത്? വൈ യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു കമ്മ്യൂണിക്കേറ്റ്? എ സിമ്പിൾ റീസൺ that whatever origination of brain memory and thought in Malayalam, you can change it into English language on the very last second is the reason. അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ അബൌട്ട് ടു എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇനി അബൌട്ട് ടുവിന്റെ മറ്റൊരു പ്രയോഗം കൂടി ഞാൻ പറയാണ്. നമ്മൾ പറയാണ് വിന്റർ സീസൺ തുടങ്ങാറായി, മഴക്കാലം തുടങ്ങാറായി, ആപ്പിൾ സീസൺ തുടങ്ങാറായി എന്ന് പറയുന്നില്ലേ? അപ്പൊ യൂസേജ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് മലയാളീസ് യു ജസ്റ്റ് റിക്വയർ ടു അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർലി. സോ ഫസ്റ്റ് ഓഫ് ഓൾ റിക്വയർ ടു അണ്ടർസ്റ്റാൻഡ് ദ മദർ ടങ് ഇറ്റ്സെൽഫ്, ഹൗ ഇറ്റ് ക്യാൻ ചേഞ്ച് ഇറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ ഞാൻ പറയാണ് റെയിനി സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്, വിന്റർ സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്, ആപ്പിൾ സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്, മാംഗോ സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. അപ്പൊ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാം? ഹാർട്ട് സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്, ഫെസ്റ്റിവൽ സീസൺ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. കണ്ടോ? അപ്പൊ ഞാൻ അതായത് ഒരു സ്ട്രക്ചറിലൂടെ 2 എത്രയെങ്കിലും അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബിക്കം ഈസി. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വേഗത്തിൽ ഈസി ആക്കാനല്ലേ, അതായത് അന്നന്ന് പഠിക്കുന്ന ഒരു സെന്റൻസ് അന്ധമായി നമ്മൾ പഠിച്ചത് കൊണ്ടോ എഴുതിയത് കൊണ്ടോ വായിച്ചത് കൊണ്ടോ ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടോ ഒരു സെന്റൻസ് മാത്രമേ ഫോർമേഷൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സ്ട്രക്ചർ ഉപയോഗിച്ച് നിങ്ങൾ പഠനം നടത്തുക, ചെറിയ പീരീഡ് നടത്തിയാൽ മതി. എന്നാൽ തന്നെ നിങ്ങൾക്ക് എത്രയെങ്കിലും വാചകങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായല്ലോ? ഇപ്പൊ ആദ്യത്തെ ഒരു ഉദാഹരണം തന്നെ. ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം തരികയാണ് ഇനി, അതായത് മറ്റൊരു സ്ട്രക്ചർ. ഐ ഹോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനുള്ള ഉദാഹരണം ഞാൻ തരുന്നത് 4-5 ഉദാഹരണം തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയെങ്കിലും ഉദാഹരണം നമുക്ക് ഉണ്ടാക്കാനും വായിക്കാനും സംസാരിക്കാനും കഴിയും. ഐ ഹോപ്പ് യു ഗെറ്റ് ഫസ്റ്റ് ക്ലാസ്, ഐ ഹോപ്പ് യു വിൻ ദ ലോട്ടറി, ഐ ഹോപ്പ് you reach there on time, I hope you attend for the party meeting, I hope you be there on time. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ കൃത്യസമയത്ത് അവിടെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ പരീക്ഷ പാസ്സാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ ലോട്ടറി വിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ എത്രയെങ്കിലും വാചകം. അപ്പോൾ അതായത് നിങ്ങൾ 2 ഒറ്റ ഒരു ഇതാണ് നിങ്ങൾ പഠിച്ചത്. ഐ ആം അബൌട്ട് ടു. പിന്നെ ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ഐ ഹോപ്പ്. അബൌട്ട് ടുവിന്റെ 2 പ്രയോഗങ്ങൾ 2 തലത്തിൽ മലയാളം എവിടെയാ വരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നു കഴിഞ്ഞു, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? ഐ ഹോപ്പ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു വിൽ ബി ഹിയർ ഓൺ ടൈം, ഐ ഹോപ്പ് യു റീച്ച് ഇൻ ഹിയർ ഓൺ ബൈ നൈറ്റ്,
അപ്പോൾ എന്താണ്, രാത്രി കൊണ്ട് നീ ഐ ഹോപ്പ് യു റീച്ച് ഹിയർ ബൈ നൈറ്റ്, രാത്രിയോടെ നീ ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ട, അപ്പോൾ അങ്ങനെ എത്രയെങ്കിലും വാചകങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുത്ത വേർഡിലേക്ക് പോകുന്നു. ഞാൻ 2, 3, 4 ഇതേപോലെയുള്ള സ്ട്രക്ചർ ഞാൻ തരാം. ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് എത്രയെങ്കിലും വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ 10, 250 സ്ട്രക്ചർ. ഞാനിപ്പോൾ മനസ്സിലാക്കിയത് കണ്ടിന്യൂസ് ക്ലാസ് നിങ്ങൾക്ക് സ്ട്രക്ചർ തന്നെ തരാമെന്നാണ്. വെന്നെവർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ ഇതിലിടക്കൊന്ന് പറഞ്ഞോട്ടെ. അതായത് വെന്നെവർ യു സ്പെയർ ടൈം just to watch this movie, just to watch this episode, or whatever it may be, watch this video, that will be rewarded for you too. നിങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കണം, അത് ഫലപ്രദമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവരെ ആരെയും കമ്പയർ ചെയ്യാനോ അതൊന്നും ആരെയും ബ്ലെയിം ചെയ്യാനോ ഒന്നും തയ്യാറല്ല. പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ മുമ്പിൽ അരമണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങളെ വില പിടിച്ച സമയം ചിലവാക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കിട്ടാനാണ് ചിലവാക്കി, അപ്പോൾ ഇംഗ്ലീഷ് കിട്ടിയിരിക്കണം എന്ന ഒരു നിർബന്ധത്വം കൂടി എൻ്റെ മനസ്സിലുണ്ട്. അത് തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പല വീഡിയോയിലൂടെയും കടന്നു പോകുമ്പോൾ ഇത്ര സ്ട്രക്ചറിനെ കുറിച്ച് ആരും പറഞ്ഞതായി കാണുന്നില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഭക്ഷണം എന്നുള്ള നിലയിലാണ് സ്ട്രക്ചർ ഓഫ് ദ ലാംഗ്വേജ് തരുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ നോക്കുന്നത് എന്തിനാണ്? ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനാണ്. ഇതിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, സ്ട്രക്ചറിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അടുത്ത സ്ട്രക്ചർ ഞാൻ തരാൻ പോവാണ്. അടുത്ത ഞാൻ സ്ട്രക്ചർ തരുന്നത്, സ്ട്രക്ചർ എന്നപ്പോൾ മലയാളം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്ട്രക്ചർ ഘടന. അപ്പോൾ ആ ഘടനയിലൂടെ എത്രയെങ്കിലും വാചകങ്ങൾ ഉണ്ടാക്കുക, എത്രയെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് എത്രയെങ്കിലും സെൻറ്റൻസ് വരണമല്ലോ. അപ്പോൾ അടുത്ത ഘടന നോബഡി. നോബഡി അറ്റൻഡഡ് ഹിയർ, ആരും തന്നെ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നോബഡി വിസിറ്റഡ് ഹിയർ, ആരും തന്നെ ഇവിടെ സന്ദർശിച്ചിട്ടില്ല. നോബഡി ഡൊണേറ്റഡ് പേഴ്സണലി, ആരും തന്നെ സംഭാവന വ്യക്തിപരമായി തന്നിട്ടില്ല. നോബഡി ടോക്ക്ഡ് അബൌട്ട്, അതിനെക്കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. നോബഡി ഹെൽപ്ഡ് ദം, അവരെ ആരും സഹായിച്ചിട്ടില്ല. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാം? അങ്ങനെ എത്രയെങ്കിലും വാചകം നമുക്കതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് അറ്റൻഡഡ് ഹിയർ, നോബഡി ഡൊണേറ്റഡ് പേഴ്സണലി, നോബഡി വിസിറ്റഡ് ഹിയർ, നോബഡി ടോക്ക്ഡ് അബൌട്ട്, നോബഡി ഹെൽപ്ഡ് ദം, ആരും തന്നെ അവരെ സഹായിച്ചിട്ടില്ല, ആരും തന്നെ അവിടെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ആരും തന്നെ അവിടെ സന്ദർശിച്ചിട്ടില്ല, ആരും തന്നെ അവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ല, ആരും തന്നെ വ്യക്തിപരമായി സംഭാവന ചെയ്തിട്ടില്ല. മലയാളം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോബഡി എത്രയെങ്കിലും തലത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വാചകങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? നോബഡി മീൻസ് ആരും തന്നെ. അപ്പോൾ ഞാൻ സ്ട്രക്ചറിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്തരം ഒരു സ്ട്രക്ചർ നമ്മളെ പഠിതാക്കൾ, നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ, നിങ്ങൾ ആ ഡെയിലി ഇതിലൂടെ നമ്മളെ ഈ വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സ്ട്രക്ചറും കൂടി ഞാൻ തരാം. നോ അതർ വേ, മറ്റു വഴികളൊന്നുമില്ല. നോ അതർ വേ ടു എസ്കേപ്പ്, നോ അതർ വേ ടു ഹെൽപ്പ് ദം, നോ അതർ വേ ടു ടേക്ക് ബാക്ക് ദ എമൗണ്ട്, നോ അതർ വേ ടു സെറ്റിൽ ദ പ്രോബ്ലം, നോ അതർ വേ ടു അപ്രോച്ച് ഹിം. വീണ്ടും നിങ്ങൾക്ക് ഞാൻ 4-5 ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ മറ്റു വഴികളൊന്നുമില്ല രക്ഷപ്പെടാൻ, മറ്റു വഴികളൊന്നും അവനെ സഹായിക്കാനില്ല, മറ്റു വഴികളൊന്നും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനില്ല, മറ്റു വഴികളൊന്നും ആ എമൗണ്ട് തിരിച്ചെടുക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയുള്ള കുറേ വാക്യങ്ങൾ, അത് ഞാൻ നേരത്തെ ഇനീഷ്യലി പറഞ്ഞ പോലെ കൗ, പശു, കാറ്റ്, പൂച്ച എന്ന് മാത്രം ഒരർത്ഥത്തിലല്ല. നമുക്ക് സ്ട്രക്ചർ പഠിക്കുമ്പോൾ എത്രയെങ്കിലും നമുക്ക് വാചകങ്ങൾ ഇതേപോലെ ഷോർട്ട് ആൻഡ് ലോങ് സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, തുടർച്ചയായി നിങ്ങൾ സ്ട്രക്ചർ മനസ്സിലാക്കുക. വളരെ ഈസിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്ന് തീർച്ചയാണ്. അപ്പോൾ ഞാൻ തരുന്ന ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കുക, കോൺകർ ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ആ ഇംഗ്ലീഷിൻ്റെ സാമ്രാജ്യത്തിന്, ആ അതായത് ഏറ്റവും വലിയ സാമ്രാജ്യമാണ്. അതായത് അത്രയും വാസ്റ്റ് വിൻഡ് ഓഫ് ദ വേൾഡ്, ദാറ്റ് മച്ച് വാസ്റ്റ്നെസ് ഈസ് ഫോർ ദ ലാംഗ്വേജ് ഇംഗ്ലീഷ്. ആ ഇത് നിങ്ങൾ കോൺകർ ചെയ്യാൻ ശ്രമിക്കുക. വെരി ബെസ്റ്റ് വിഷസ് ഫോർ യു ഓൾ. See you again in the next video. Okay? Best of luck.